പോസ്റ്ററുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരല്ല നശിപ്പിക്കുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ പോസ്റ്ററിനോട് അവർക്ക് യാതൊരു തരത്തിലുള്ള ദേഷ്യവുമില്ല. ഇത് ഒരു പ്രത്യേക ടീമിനെ നിർത്തി ആരിഫ് ചെയ്യിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല, ഒരു നേതാവ്, അറിയപ്പെടുന്ന ഒരാൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടാം. കായികക്ഷമത ഉപയോഗിച്ച് ഏറ്റുമുട്ടിച്ച് ഇവിടെ ഒരു തമ്മിത്തല്ലുണ്ടാക്കണം എന്നാണ് താല്പര്യമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. എൻ്റെ ഫ്ലെക്സ് ബോർഡിനകത്ത് എൻ്റെ മുഖം വെട്ടിയിട്ട് ആരിഫിൻ്റെ മുഖം അവിടെ വെച്ചിരിക്കുകയാണ്. ആരിഫിനൊക്കെ ഭാവിയിൽ BJPക്കകത്തേക്ക് വരേണ്ടി വരും. ഇപ്പം തൽക്കാലം ഫ്ലെക്സ് ബോർഡിൻ്റെ ആ ഫോട്ടോ മാറ്റിയിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൻ്റെ പരിണിതഫലമായി അഴിമതിക്കാരനായിട്ടുള്ള ശ്രീമാൻ ആരിഫിനുൾപ്പെടെ ഈ പ്രസ്ഥാനത്തിലെ പാവപ്പെട്ടവർ അവരെയൊക്കെ ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പോസ്റ്ററുകളെല്ലാം അടിയന്തരമായി ഞാൻ എൻ്റെ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്ലെക്സ് ബോർഡ്, ഞങ്ങൾ പ്രവർത്തകർ കഷ്ടപ്പെട്ട് വെച്ച ഫ്ലെക്സ് ബോർഡാണ്. അതിനകത്ത് വെട്ടി വരഞ്ഞെടുത്ത് എൻ്റെ മുഖം മാറ്റിയിട്ട് ആരിഫിൻ്റെ മുഖം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയും. അവിടെ തീർച്ചയായിട്ടും എൻ്റെ തന്നെ ഫ്ലെക്സ് ബോർഡ് ഉണ്ടാകും. ആവശ്യമില്ലാത്ത ഒരു പ്രവർത്തനത്തിനും ഒരു പരിപാടിക്കും ആരിഫും ടീമും നിൽക്കണ്ട. കാരണം കണ്ണൂരിലെ നിങ്ങളുടെ കൊടി കെട്ടിയ തമ്പുരാൻ പിണറായി വിജയനെ പേടിക്കാത്ത ആളാണ് ഞാൻ. പിന്നെയാണോ ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരിഫിൻ്റെ ഈ കുതന്ത്രങ്ങൾ എന്നോട് ഏൽക്കാൻ പോകുന്നത്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അല്ല, പരാതി നൽകിയിട്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനല്ലേ. അപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ കുടുംബത്തേക്ക് തന്നെ EDയുടെ അന്വേഷണം വന്ന ഒരു സാഹചര്യത്തിൽ മൊത്തത്തിൽ അദ്ദേഹം ഫ്രസ്ട്രേഷനായിട്ടിരിക്കുകയാണ്. കാരണം എന്ത് കേരളത്തിൽ ഇനി നടന്നാലും പ്രശ്നമില്ല. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ലോ ആൻഡ് ഓർഡർ തകർന്നാലും കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നീതിയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചില പോലീസ് അധികാരികളൊക്കെ എന്നെയും സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളത്, എന്തായാലും മാഡം വലിയ രീതിയിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ പ്രവർത്തകന്മാർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശാന്തമായിട്ടിരിക്കുക. പ്രവർത്തകരുടെ കൂടെ ഞാനുണ്ട്. അപ്പോൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 100ഓളം വരുന്ന സഖാക്കന്മാർ കയ്യിൽ കിട്ടിയ മാരകായുധങ്ങളുമായിട്ട് നമ്മളെ എതിർക്കാൻ, അതിൽ ഭീകരവാദികളും ഉണ്ടായിരുന്നു, എതിർക്കാൻ വന്നിട്ടും അവിടെ നിലനിന്നുകൊണ്ട് പ്രവർത്തിച്ച് നമ്മുടെ 90,000 വോട്ട് 2.5 ലക്ഷം വോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തകന്മാർ കഠിന പ്രയത്നം കൊണ്ട് നേടിയെടുത്ത 1,80,000 വോട്ടിനെ 4 ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ട് ഇവിടെ ഞങ്ങൾ വിജയത്തിൽ കുറഞ്ഞതായിട്ട് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഫ്ലെക്സ് ബോർഡ് എൻ്റെ മുഖമല്ലേ കീറിക്കളയാൻ പറ്റൂ? എന്നെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായിട്ട് ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കീറാൻ പറ്റും? അതെങ്ങനെ മാറ്റാൻ പറ്റും? അവരുമായിട്ടാണ് ഞാൻ ഡയറക്റ്റ് സംവദിക്കുന്നത്. ഭാഗമായിട്ടല്ല ഇത്തരത്തിൽ തല മാറ്റി ഒട്ടിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ല, അങ്ങനെ പ്രകോപനം ഉണ്ടാകുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സ്ഥിതപ്രജ്ഞയോടുകൂടി നിൽക്കുന്ന ആളാണ്. എനിക്കറിയും എന്തിനാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നത്. എൻ്റെ പ്രവർത്തകന്മാർക്ക് വേദന തോന്നും. അവരുടെ ശോഭാ സുരേന്ദ്രനെ അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയുടെ പടം കീറി എറിഞ്ഞ് കളയുമ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസര പ്രദേശത്ത് ഞങ്ങൾ അനുവാദം ചോദിച്ച് ഒരു കടയുടമ സമ്മതിച്ച് വെച്ച ഫ്ലെക്സ് ബോർഡുകൾ അത് കീറി കൂട്ടി എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തകർക്കൊരു വികാരമുണ്ടാകണം. ആ വികാരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിനെ ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയിലേക്കോ എത്തിക്കണം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യമെങ്കിൽ ഞാൻ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ വിഷയം അതല്ല. നമുക്ക് ഈ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ്, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ പരാജയത്തെക്കുറിച്ച് പറഞ്ഞ് നരേന്ദ്രമോദിയോടൊപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ കാര്യങ്ങളെല്ലാം പോലീസ് ചെയ്തേ പറ്റൂ. പോലീസ് അധികാരികൾ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥിയെ പോലീസ് കാണാൻ പോകുന്നത് പോലീസുകാരിരിക്കുന്ന അവരുടെ കേന്ദ്രത്തിൻ്റെ മുന്നിലായിരിക്കും. കാരണം ഉപരോധം പ്രഖ്യാപിക്കാനും അവിടെ പോയി ഇരിക്കാനും ഒക്കെ നല്ല നട്ടൽ എനിക്കുണ്ട് എന്ന് ഞാൻ ഇവിടുത്തെ പോലീസ് അധികാരികളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.